ഇവൻ തന്ത്രിയല്ല, കുതന്ത്രി. ഈ കുടുംബം, താഴമൺ തന്ത്രി കുടുംബം ലോക കുറുവ സംഘമാണ്. അയ്യപ്പൻ്റെ പിതാവിൻ്റെ സ്ഥാനമാണെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളെ പറ്റിച്ച് ശതകോടികൾ ഊറ്റിയ കുടുംബത്തിലെ ഇന്നത്തെ പ്രമുഖൻ കണ്ഠർ മോഹനർ ഈ രാജീവിൻ്റെ കസിൻ ആണെന്ന് കരുതുന്നു. വരാപ്പുഴ സ്ത്രീപീഡന റാക്കറ്റ് റാണി ശോഭ ജോൺ, അവളുടെ പറ്റുകാരനായിരുന്നു ഈ കണ്ഠർ മോഹനർ. ഉടുതുണിയില്ലാതെ ഒരു മാംസക്കച്ചവടക്കാരിയുടെ കൂടെ നിർത്തിയാണ് ഇവൻ്റെ ഫോട്ടോ എടുത്ത് ആ അധോലോക നായിക ലക്ഷങ്ങൾ വാങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ ഉപാസിക്കുന്നവൻ ഒരു നോക്കുകുത്തിയെ കണ്ടാലും ഭോഗിക്കാൻ നടക്കുന്ന ദുർനടത്തക്കാരനും മദ്യപാനിയും. ഇതിൽ പരം ഒരു അപമാനമുണ്ടോ ഭക്തന്മാർക്ക്? ഇവന്മാർക്ക് ഒരു പണവിട ഭക്തിയില്ല, വെറും അധോലോകം. ഇവന്മാരുടെ അനുമതിയില്ലാതെ അവിടെ നിന്നും ഒന്നും പുറത്തു പോയിട്ടുണ്ടാവില്ല. എന്തായിരുന്നു അവന്മാരുടെ പണി? ഇവൻ ആ കള്ളപ്പോറ്റിയെ കൂട്ടുപിടിച്ചുകൊണ്ട് കള്ളപ്പോറ്റിയുടെ സ്വാധീനത്താൽ അന്യസംസ്ഥാനക്കാരായ കോടീശന്മാരുടെ കൊട്ടാരങ്ങളിൽ പോയി ഈ പാളികൾ വെച്ച് പൂജ നടത്തി കൊടുക്കും. അപ്പോൾ ഈ പൂജ, അയ്യപ്പൻ്റെ ഈ പാളികൾ വെച്ച് പൂജ നടത്താൽ നാൾക്ക് നാൾ ശ്രേയസ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. എന്നിട്ട് ലക്ഷങ്ങൾ വാങ്ങും. എന്നിട്ട് ആ പാളികൾ വിറ്റ് കാശാക്കിയിട്ടുമുണ്ടാവും. അങ്ങനെയാണ് ഇവന്മാരെ പണം സമ്പാദിച്ചു കൊണ്ടിരുന്നത്. മാത്രമല്ല, അവിടെ അഭിഷേകമാടിയ നെയ്യ് ഉണ്ടാവാം, പുറത്തുനിന്ന് വാങ്ങിയ നെയ്യ് ഉണ്ടാവാം. ഈ അഭിഷേകമാടിയ നെയ്യാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആൾക്കാർ ഏറ്റവും കുറഞ്ഞ കൊച്ചു ഡബ്ബയ്ക്ക് 100 രൂപ വെച്ച് അവന്മാർ വാങ്ങിക്കുന്നുണ്ട്. അവിടെ തന്നെ അതിന് തന്നെ ലക്ഷക്കണക്കിന് ഒരു ദിവസം വരുമാനം ഉണ്ടാക്കും. ഇത്രമാത്രം പണത്തോടെ മനുഷ്യൻ ആർത്തിയാകാം. എന്തു ഭക്തിവന്മാർ! ലോക തരികിടകളാണ് ഈ ദൈവതുല്യന്മാരൊക്കെ. ഇവന്മാർ തന്നെയാകാം. എല്ലാവരും കൂടെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തന്ത്രി ഈ മാഫിയ ചേർന്നുകൊണ്ട് തന്നെയാണ് ശബരിമല അയ്യൻ്റെ എല്ലാം കൊള്ളയടിച്ചത്. ഇതുതന്നെയാകാം എല്ലാ ക്ഷേത്രങ്ങളിലും നടമാടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും SITക്ക് ബിഗ് സല്യൂട്ട്. ബാക്കിയുള്ള വലിയ പെരുംകള്ളന്മാരും സംഘത്തലവന്മാരും കൂടെ പുറത്തു വരണമേ. സ്വാമിയെ ശരണമയ്യപ്പ.